ഈ നിമിഷം മറക്കാൻ പറ്റില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജമ്മു കാശ്മീരിനെതിരായ ക്വാർട്ടർ ഫൈനലിന്റെ അവസാന ദിവസം ബേസിൽ തമ്പിയും ഒപ്പം സൽമാൻ നിസാറും ബാറ്റ് ചെയ്യാൻ എത്തുമ്പോൾ 79 റൺസ് വേണമായിരുന്നു കേരളത്തിന് ലീഡ് എടുക്കാൻ. ആ നിമിഷം അമേ ഖുറേസിയ രണ്ട് ബാറ്റർമാരെയും വിളിച്ച് ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു. ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഒരു മത്സരത്തിന്റെ വീഡിയോ. ബ്രാഡ് ഹോഗും ഒപ്പം ഗ്ലെൻ മഗ്രാത്തും ഒരു ദിവസം ഇങ്ങനെ ബാറ്റ് ചെയ്ത് 105 റൺസ് നേടിയ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു. പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇതുപോലെ കളിക്കണമെന്ന് അമേ ഖുറേസിയ ഈ രണ്ട് താരങ്ങളോടും പറഞ്ഞു. രണ്ടുപേരും കേട്ടു. ബേസിൽ തമ്പിയും ഒപ്പം തന്നെ സൽമാൻ നിസാറും പാറ പോലെ ഉറച്ചു നിന്ന് നേടിയ 1 റൺസിന്റെ ലീഡ്. ആ ലീഡിന്റെ കരുത്തിലാണ് നമ്മൾ സെമി ഫൈനലിലേക്ക് എത്തുന്നത്. സെമിയിൽ നിന്ന് ഇതാ 2 റൺസിന്റെ ലീഡോട് കൂടി നമ്മൾ ഫൈനലിലേക്ക് കടക്കുകയാണ്. ചരിത്ര നിമിഷമാണ്, ആഹ്ലാദിക്കാൻ പറ്റുന്ന നിമിഷമാണ്. പരസ്പരം കേരള ക്രിക്കറ്റിനെ എന്താ പറയാ, നമുക്ക് എത്രത്തോളം പുകഴ്ത്താൻ പറ്റുമോ അത്രത്തോളം ഉള്ള ഒരു നിമിഷത്തിലൂടെയാണ്. പക്ഷേ അപ്പോഴും 60 ഓവറിന് മേലെ ഇനിയും ഉണ്ട് ദിവ്യ. അതൊരു ചങ്കിടിപ്പുള്ള നിമിഷം തന്നെയാണ്. യെസ്, എന്തായാലും നമ്മുടെ ബാറ്റിംഗ് നിരയുടെയും ബോളിംഗ് നിരയുടെയും ഒന്നിനൊന്ന് മികച്ച പ്രകടനം തന്നെയല്ലേ ഈ നേട്ടത്തിലെത്തിച്ചതും. തീർച്ചയായും കേരളത്തിന്റെ ബാറ്റർമാരുടെ പ്രകടനം ഓരോന്നായി നമ്മൾ എണ്ണി പറയേണ്ടതുണ്ട്. കാരണം ഇത്തവണ നമ്മൾ ഈ മത്സരത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അക്ഷയ് ചന്ദ്രൻ ബാറ്റ് ചെയ്യുന്നു, രോഹൻ കുന്നുമൽ ബാറ്റ് ചെയ്യുന്നു. ഈ രണ്ട് ബാറ്റർമാരും ഒരു മികച്ച തുടക്കം നൽകുന്നു. രോഹൻ കുന്നുമൽ എപ്പോഴും നമുക്ക് വലിയ ട്രാക്ക് റെക്കോർഡുള്ള അല്ലെങ്കിൽ ഗുജറാത്തിനെതിരെ മികച്ച പ്രകടനമൊക്കെ നടത്തുന്ന ഒരു മികച്ച ബാറ്റർ കൂടിയാണ്. ഗുജറാത്തിനെതിരെ മുൻ മത്സരങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ നല്ല ട്രാക്ക് റെക്കോർഡാണ്. അതിനുശേഷം സച്ചിൻ ബേബി വന്നു, അദ്ദേഹത്തിൻ്റെ പ്രകടനം നമ്മൾ കണ്ടു. വരുൺ നായനാർ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ആയിരുന്നു. വലിയ സ്കോർ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയില്ല, 10 റൺസാണ് അദ്ദേഹം നേടിയത്. വരുൺ നായനാർ. ജലജ് സക്സേനയുടെ ബാറ്റിംഗ് നമുക്ക് വലിയ ആത്മവിശ്വാസം നൽകിയാണ്. ജലജ് 30 റൺസ് എടുത്തു ഈ ഇന്നിംഗ്സിൽ. ഒപ്പം മുഹമ്മദ് അസറുദ്ദീന്റെ അപരാജിത കുതിപ്പ് നമ്മൾ കണ്ടതാണ്. 170-ൽ കൂടുതൽ റൺസ് നേടി, സെഞ്ചുറി നേടി. അദ്ദേഹം ഒരു വിക്കറ്റ് കളയാതെ ഒരു വശത്ത് അദ്ദേഹം കേരളത്തിന്റെ കരുത്ത് പ്രകടമാക്കി നിന്നു. ബാക്കിയുള്ളവർ അദ്ദേഹത്തിന് വന്ന് പിന്തുണ നൽകിയാണ് 457 എന്ന മികച്ച സ്കോറിലേക്ക് നമ്മൾ എത്തിയത്. ഒരു പക്ഷേ നമ്മൾ 500 റൺസൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും ആ വിക്കറ്റിന്റെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് തന്നെ കേരളത്തിന്റെയും വലിയ വെല്ലുവിളിയായിരുന്നു. കേരളത്തിന്റെ ബാറ്റർമാരിൽ എടുത്തു പറയേണ്ട പേരുകൾ അതാണ്. സൽമാൻ നിസാർ, കേരളത്തിന്റെ സൂപ്പർമാൻ. അദ്ദേഹത്തെ പറയാതെ എങ്ങനെ നമുക്ക് ഈ നിമിഷം പൂർത്തിയാക്കാൻ പറ്റില്ല. കാരണം സൽമാൻ നിസാർ കഴിഞ്ഞ മത്സരങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ സെഞ്ചുറി 2 സെഞ്ചുറി കഴിഞ്ഞ 2 മത്സരങ്ങളിൽ അടുപ്പിച്ചുള്ള മത്സരങ്ങൾ നേടി. ഈ മത്സരത്തിൽ സൽമാന്റെ അർദ്ധ സെഞ്ചുറി നമ്മൾ കണ്ടു. അപ്പൊ സൽമാൻ നിസാർ, മുഹമ്മദ് അസറുദ്ദീൻ, ജലജ് സക്സേന, സച്ചിൻ ബേബി, അക്ഷയ് ചന്ദ്രൻ, വരുൺ നായനാർ, അഹമ്മദ് ഇമ്രാൻ, ഒപ്പം ആദിത്യ സർവാത്തെ, MD നിതീഷ്, ഒപ്പം ബേസിൽ. ഞാൻ വരാം. മുൻ പരിശീലകൻ പി ബാലചന്ദ്രൻ മീഡിയാവനൊപ്പം ചേരുകയാണ്. ശ്രീ പി ബാലചന്ദ്രൻ, കേരളം അങ്ങനെ ചരിത്ര നേട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. രഞ്ജി ട്രോഫിയിൽ ഫൈനലിലെത്തിയിരിക്കുകയാണ്. കേരളത്തിന്റെ ആ നേട്ടത്തെ എങ്ങനെ കാണുന്നു? എങ്ങനെ നമ്മുടെ താരങ്ങളെ വിലയിരുത്തുന്നു? അയ്യോ, അങ്ങേയറ്റം സന്തോഷം തരുന്ന സംഗതിയല്ലേ. കാരണം എത്രയോ വർഷങ്ങളായിട്ടുള്ള ശ്രമത്തിൽ ആണ് അവസാനം ഇവിടെ വന്ന് എത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ കളിച്ച ഓരോ താരങ്ങളെയും അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. കാരണം എല്ലാ മത്സരങ്ങളിലും മാറി മാറി ആരെങ്കിലുമൊക്കെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്തിട്ട് തന്നെയാണ് നമ്മളിവിടെ എത്തിയത്. അല്ലാണ്ട് ഒരിക്കലും നോട്ട് ബൈ ആക്സിഡന്റ്. അപ്പൊ അതുപോലെ ബാറ്റേഴ്സിലാണെങ്കിൽ അസറുദ്ദീനും അതുമാതിരി സൽമാൻ നിസാർ, സച്ചിൻ ബേബി എന്ന് വേണ്ട എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ, ഈവൻ ടൈലൻഡേഴ്സിന്റെ വരെ വിചാരിക്കാത്ത സമയത്ത് ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസുകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബൗളിങ്ങിലാണെങ്കിലും അതെ, ഫാസ്റ്റ് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് നിതീഷ്, സ്പിൻ ബൗളിങ്ങിലുള്ള മറ്റുള്ളവര് എല്ലാവരും. ജലജ് സക്സേനയുടെ പേര് നമ്മൾ എടുത്തു പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരള ബൗളിങ്ങിന്റെ ഒരു നെടുന്തൂണായിട്ട് തന്നെ ജലജ് സക്സേനയെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ മാച്ചിലാണെങ്കിലും അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് കളി കേരളത്തിന് വേണ്ടി തിരിച്ചു പിടിച്ചു തന്നത് ജലജാണെന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. ശ്രീ പി ബാലചന്ദ്രൻ, ഈ നിമിഷം താങ്കളെയും അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം കേരള ക്രിക്കറ്റിന് സ്വപ്നം കാണാൻ പഠിപ്പിച്ചതിന്, കേരള ക്രിക്കറ്റിന്റെ ഇന്നു കാണുന്ന ഈ സാഹചര്യത്തിലേക്ക് ക്രിക്കറ്റിനെ വളർത്തിയതിന്, നമ്മുടെ താരങ്ങളെ കൊണ്ടുവന്നതിന്, താങ്കളുടെ പരിശീലന കാലത്തും കേരളത്തിന്റെ മികച്ച പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ അന്നേ താങ്കൾ കരുതിയിരുന്നോ നമ്മുടെ താരങ്ങൾ ഇങ്ങനെ രഞ്ജിയുടെ ഫൈനൽ കളിക്കാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം അന്നേ ഉൾക്കൊണ്ടിരുന്നോ? അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, കഴിവുണ്ടെന്നത് തീരുമാനമായിരുന്നു. കാരണം അന്നത്തെ കുട്ടികളായിരുന്നു ഇവരെല്ലാവരും. നിതീഷ്, സച്ചിൻ, സൽമാൻ നിസാർ, അസറുദ്ദീൻ, അക്ഷയ് ചന്ദ്രൻ, ഇവർ ആ ഒരു ഗ്രൂപ്പൊക്കെ അതില് കയറി വന്ന കുട്ടികളാണ്. അപ്പൊ ആ സമയത്ത് ഇവരുടെ പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാമായിരുന്നു. പക്ഷെ ആസ് എ ടീം ഒരു ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ അതിൻ്റെതായ ഒരു സമയത്തേ വരുള്ളൂ. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റും തികഞ്ഞു വരുമ്പോഴേ നമുക്ക് ഈ രഞ്ജി ട്രോഫി ഫൈനൽ പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അതിപ്പോ സംഭവിച്ചു. ഓക്കെ, ഈ മത്സരത്തിൽ ഇനിയുള്ള മണിക്കൂറുകൾ അല്ലെങ്കിൽ ഇനിയുള്ള ഓവറുകൾ നമുക്ക് അത്ര പേടിക്കേണ്ടതില്ലല്ലോ അല്ലേ? ഇല്ല. സാധാരണഗതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു
ഒരു എന്താ പറയുക ഫോർമാലിറ്റീസ് എന്നുള്ള പോലെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. കാരണം ഈ പഠിച്ച് ഡിക്ലെയർ ചെയ്ത് തിരിച്ച് പിടിക്കാനെന്നുള്ള ആ രീതിയിലുള്ള ഒരു പിച്ചൊന്നും അല്ല ഇത്. കളിക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല നമ്മുടെ കുട്ടികളുടെ ഇപ്പോഴത്തെ ഒരു മൂഡിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ രഞ്ജി ട്രോഫി ഫൈനൽ കപ്പ് മേടിച്ച ശേഷം മാത്രമേ അടങ്ങിയിരിക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, നമ്മള് സൽമാൻ നിസാർ ഒപ്പം മുഹമ്മദ് അസറുദ്ദീൻ, ഈ രണ്ട് താരങ്ങളെ മാത്രം ഒന്ന് വേർതിരിച്ചെടുത്ത് ചോദിച്ചാൽ ഈ രണ്ട് താരങ്ങളുടെയും പ്രകടനം നമുക്കറിയാം. കഴിഞ്ഞ ക്വാർട്ടറിൽ സൽമാൻ, ഇപ്പോഴിതാ മുഹമ്മദ് അസറുദ്ദീൻ. അപ്പൊ ഇവരെ ഒരു പ്രകടനത്തെ മാത്രം നമുക്ക് എങ്ങനെ വിലയിരുത്തേണ്ടി വരും? അത് രണ്ടുപേരും നോക്കിക്കഴിഞ്ഞാൽ സൽമാൻ നിസാർ ജൂനിയർ ക്രിക്കറ്റ് കളിക്കുന്ന കാലം തൊട്ടേ വളരെ ഒരു പക്വത, മെച്ചുവേർഡായിട്ട് ബാറ്റ് ചെയ്തിരുന്ന ഒരു പ്ലെയറാണ്. അണ്ടർ-19 കാലഘട്ടം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ മെച്ചുവേർഡായിട്ട് കളിച്ചു വന്നിട്ടുള്ള ഒരാള്. അസറുദ്ദീനെ സംബന്ധിച്ചോളം ആദ്യം അദ്ദേഹം ഓപ്പണറായിട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് കുറേം കൂടെ ആക്രമിച്ച് കളിക്കുന്ന ഒരു തരം ബാറ്റിംഗ് ആയിരുന്നു. പക്ഷേ മധ്യനിരയിലേക്ക് വന്നതോടെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് സ്റ്റൈല് തന്നെ ഒരു നല്ല മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. വളരെയധികം ക്ഷമ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തു. ഡിഫൻസ് കുറച്ചുകൂടെ ടൈറ്റൻ ചെയ്തു. അതിന്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് അസറിന് ഈ കൺസിസ്റ്റൻസി ഇപ്പോൾ വരുന്നത്. ഓക്കെ, ഒപ്പം ഒരു കാര്യം കൂടി, കേരളത്തിന്റെ പേസ് ബൗളിംഗ് വരെ നമുക്കറിയാം. ബേസിൽ തമ്പി പെരുമ്പാവൂർകാരൻ, ബേസിൽ പെരുമ്പാവൂർ, MD നിതീഷ് കാഞ്ഞിരമറ്റം. അപ്പൊ എറണാകുളത്തിന്റെ പ്രത്യേകിച്ച് കോതമംഗലം പെരുമ്പാവൂർ ഭാഗത്തെ ഒരു എന്താ പറയാ കരുത്ത് നമുക്ക് നമ്മുടെ പേസ് ബൗളിംഗിൽ കാണുന്നുമുണ്ട്. നിതീഷിന്റെ ഒപ്പം ബേസിൽ തമ്പി ഈ മത്സരം കളിച്ചില്ലെങ്കിൽ പോലും കേരളത്തിന്റെ പേസ് ബൗളിംഗ് നിരയെ നമ്മൾ എങ്ങനെ ഈ നിമിഷം ഓർത്തെടുക്കണം? പേസ് ബോളിംഗ് നിര വളരെ ശക്തമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിതീഷിന്റെ ഒരു തിരിച്ചുവരവായിരുന്നു ഈ സീസൺ. കഴിഞ്ഞ വർഷം